ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് പോകാനായി മടി കാണിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ വസുന്ധരാമയും അരുണും നിർബന്ധം പിടിക്കുന്നു. ഐശ്വര്യ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്നെ കൊന്നാലും ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ അരുൺ പറഞ്ഞു, ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. അത് കേട്ട ഉടനെ തന്നെ അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി ഒരുങ്ങുന്നുവെന്ന് അറിഞ്ഞ ആ നിമിഷം വസുന്ധരാമ അരുണിനോട് പറഞ്ഞു, അരുൺ വേണ്ട, ഐശ്വര്യ എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ഹോസ്പിറ്റലിൽ വരിക തന്നെ ചെയ്യും. ആ വാക്കുകൾ കേട്ട ഉടനെ ഐശ്വര്യ ആകെ വിഷമത്തോടെ പറഞ്ഞു, അമ്മേ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണോ? അത് കേട്ടതും ഉടനെ ഐശ്വര്യയോട് വസുന്ധരാമ പറഞ്ഞു, അതെ ഐശ്വര്യ, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഐശ്വര്യക്ക് ഇനിയും ഈ വീട്ടിൽ തുടരണം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ. ആ വാക്കുകൾ കേട്ട് ഐശ്വര്യ ആകെ തകർന്നു. അപ്പോഴേക്കും വേഗം തന്നെ അമൃതേടത്തിയുടെ അരികിലേക്ക് ഓടിയെത്തുന്നു ഐശ്വര്യ. എടുത്തി ഒന്ന് പറ, ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്നൊന്ന് പറ എന്ന് പറയുമ്പോൾ അമൃതേടത്തിയും പറഞ്ഞു, പറ്റില്ല ഐശ്വര്യ, ഇന്ന് ശ്യാമയുടെ ചെക്കപ്പ് നടത്തുന്നുണ്ട്, ആ കൂടെ ഐശ്വര്യയുടെയും ചെക്കപ്പ് നടത്തിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് അമൃതേടത്തിയും നിർബന്ധം പിടിച്ചു. അവസാനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ ഏത് വിധേനയും ഇന്ന് പോയേക്കാം, എല്ലാവരും കൂടി കരുതി കൂട്ടിയാണ് ഇങ്ങനെ ഒരു പ്ലാൻ. തൽക്കാലം കൂടെ പോകാം, അതാണ് നല്ലത്. പക്ഷേ അരുൺ ഒരു കാരണവശാലും കൂടെ വരാൻ പാടില്ല. അരുണെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ തീരൂ എന്ന് ഐശ്വര്യ മനസ്സിൽ തീരുമാനിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഐശ്വര്യ മനസ്സിൽ ഉറപ്പിച്ച് വേഗം വസുന്ധരാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ കൂടെ വരാം, പക്ഷേ അരുൺ കൂടെ വരാൻ പാടില്ല. അത് കേട്ട ഉടനെ വസുന്ധരാമ ചോദിച്ചു, അതെന്താ ഐശ്വര്യ, അരുൺ കൂടെ വന്നാല് അരുണല്ലേ നിന്റെ കൂടെ വരേണ്ടത്, അവനല്ലേ നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോ വസുന്ധരാമയോട് ഐശ്വര്യ പറഞ്ഞു, അതമ്മേ വേറൊന്നും കൊണ്ടല്ല, എന്റെ കൂടെ അരുൺ വന്നു കഴിഞ്ഞാൽ, അരുൺ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എന്നെ ഓരോന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണമ്മേ അരുണിനോട് എന്റെ കൂടെ വരണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അമ്മ അരുണിനോട് തൽക്കാലം വരണ്ട എന്ന് പറ, എന്നാൽ മാത്രമേ ഞാൻ കൂടെ വരൂ എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ഐശ്വര്യയുടെ അരികിൽ നിന്ന് ശ്യാമ പറഞ്ഞു, ഐശ്വര്യ എടുത്തി അതോർത്ത് പേടിക്കണ്ട, അരുണേട്ടൻ എടുത്തി ഒന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതും ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം എന്നും ഐശ്വര്യയോട് ശ്യാമ അറിയിച്ചു. ആ വാക്കുകൾ കേട്ട ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, അത് വേണ്ട, അത് ശരിയാവില്ല, അരുൺ വരികയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ നിർബന്ധം പിടിച്ചു. അപ്പോഴേക്കും വസുന്ധരാമ പറഞ്ഞു, ശരി ശരി ഐശ്വര്യ, അരുൺ വരില്ല. അത് കേട്ടതും അരുൺ അമ്മയെന്ന് വിളിച്ചു. അപ്പോഴേക്കും വസുന്ധര പറഞ്ഞു, അതെ അരുൺ കൂടെ വരില്ല, എന്താ അതുപോലെ ഐശ്വര്യക്ക് എന്ന് അന്വേഷിച്ചു. ഐശ്വര്യ അപ്പോഴേക്കും ശരിയമ്മേ ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അരുണിനെ കൂടെ കൂട്ടാതെ അരുണിനെ ഒഴിവാക്കിക്കൊണ്ട് ഐശ്വര്യ കൂടെ വരാമെന്ന് സമ്മതിച്ചത് കേട്ടതോടെ വസുന്ധരാമ ഐശ്വര്യയുടെ ഇറങ്ങാനായി അറിയിച്ചു. അങ്ങനെ അവരെല്ലാവരും അവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അമൃതയെടുത്തിയും ശ്യാമയും അവിടെ നിൽക്കുന്നത് കണ്ട് അരുൺ ശ്യാമയുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കുമ്പോ ഐശ്വര്യയുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയിൽ ആകെ വിഷമത്തിലാണ് അരുൺ എന്ന് മനസ്സിലാക്കിയ ശ്യാമ അരുണിനോട് പറഞ്ഞു, ഏട്ടൻ വിഷമിക്കേണ്ട, ഞങ്ങളുണ്ടല്ലോ ഒപ്പം. പിന്നെ അത് മാത്രമല്ല, ഐശ്വര്യയുടെ പ്രഗ്നൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് ചില ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് എന്തായാലും ഏട്ടത്തിയുടെ ഒരു കളിയും ഇന്ന് ഞങ്ങൾക്ക് മുന്നിൽ നടക്കില്ല. ഏട്ടത്തി എന്ത് മറിമായം കാട്ടാൻ ശ്രമിച്ചാലും അത് ഞങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. ഇത് എന്റെ ഉറപ്പാണ് ഏട്ടാ എന്ന് ശ്യാമ അരുണിന് ഉറപ്പ് നൽകി. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഐശ്വര്യ ആകെ ടെൻഷനിലാവുന്നു. ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ട ശ്യാമയ്ക്കും അമൃതേടത്തിക്കും സത്യം അറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായും ഐശ്വര്യക്ക് ടെൻഷൻ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കി. അപ്പോഴേക്കും അവിടുത്തെ നേഴ്സ് വന്ന് ഐശ്വര്യയെ സ്കാനിങ്ങിനായി വിളിച്ചു. ഐശ്വര്യയുടെ പേര് വിളിച്ചതും ഐശ്വര്യ വല്ലാതെ ആശങ്കപ്പെട്ട് അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും ആകെ ടെൻഷനോടെ പരസ്പരം നോക്കി. ഉടനെ അമൃതയെടുത്തി ഐശ്വര്യയെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദാ ആ നിൽക്കുന്നതാണ് ഐശ്വര്യ. അപ്പോഴേക്കും നേഴ്സ് വേഗം ഐശ്വര്യയുടെ അരികിലേക്ക് എത്തുന്നു. ഐശ്വര്യ ഒട്ടും ഇഷ്ടപ്പെടാതെ നേഴ്സിനെ നോക്കിയതും മേഡം വരൂ എന്ന് പറഞ്ഞു. ഐശ്വര്യ കയറാനായി മടി കാണിച്ചു നിൽക്കുന്നത് കണ്ട് വസുന്ധരാമ പറഞ്ഞു, ഐശ്വര്യ ചെല്ല് എന്ന് പറഞ്ഞതും ഉടനെ നേഴ്സ് പറഞ്ഞു, അല്ല എന്താ ഇവിടെ എന്ന് ഐശ്വര്യ ചോദിച്ചതും നേഴ്സ് പറഞ്ഞു, സ്കാൻ ചെയ്യാനാണ്, മേഡം വരൂ എന്ന് പറഞ്ഞ് ഐശ്വര്യയെ വിളിച്ചു. പോകാനായി മടി കാണിച്ച് ഐശ്വര്യ നിൽക്കുന്നത് കണ്ടതോടെ വസുന്ധരാമ പറഞ്ഞു, ഐശ്വര്യ കൂടെ ചെല്ലാനല്ലേ പറഞ്ഞത്. അപ്പോഴേക്കും വല്ലാത്ത ടെൻഷനിലായി. ഈ സമയത്ത് താൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഐശ്വര്യ ആകെ ആദ്യ പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ നഴ്സിനോടൊപ്പം ഐശ്വര്യ അകത്തേക്ക് കയറി. ഐശ്വര്യയുടെ അങ്കലാപ്പും ആദ്യമൊക്കെ എല്ലാവരും അവിടെ നിന്ന് കൃത്യമായി തന്നെ വീക്ഷിച്ചു. ഈ സമയത്ത് അകത്തേക്ക് കയറിയ ഐശ്വര്യ നേഴ്സിന്റെ കൂടെ പോകാനായി മടി കാണിച്ചിട്ട് നേഴ്സിനോട് പൊയ്ക്കോളാനായി അറിയിച്ചു. അത് കേട്ട ഉടനെ നേഴ്സ് പറഞ്ഞു, മേഡം വരൂ, മേഡത്തിന് സ്കാനിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു, ഞാൻ വരാം, നേഴ്സ് പൊക്കോളൂ, ഞാൻ വന്നോളാം, സിസ്റ്റർ പൊക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേഴ്സിനെ പറഞ്ഞയച്ചു.
ശരി, ഉടനെ തന്നെ വരണം എന്ന് പറഞ്ഞ് ആ നേഴ്സ് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഐശ്വര്യ ആകെ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം തന്റെ ഫോൺ എടുത്ത് മായയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിച്ചു. ഐശ്വര്യ എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും ഐശ്വര്യ വിഷമത്തോടെ കാര്യങ്ങളൊക്കെ മായയെ ധരിപ്പിച്ചു. എന്തു പറ്റി എന്ന് ചോദിച്ചതും ഇന്നത്തോടെ കള്ളി വിളിച്ചതാകും മായയെ എന്നറിയിച്ചു. എന്താ സംഭവം എന്ന് പറ ഐശ്വര്യ എന്നറിയിച്ചതും ഐശ്വര്യ വിശദമായി കാര്യങ്ങൾ പറയുന്നു. താൻ എവിടെ എത്തിച്ചേർന്നതെന്നും തന്നെ വീട്ടിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇങ്ങനെ ചെക്കപ്പിനെ അവർ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്നും വിഷമത്തോടെ ഐശ്വര്യ മായയെ ധരിപ്പിച്ചു. ഈ സമയത്ത് ഐശ്വര്യയെ എവിടെ പോയെന്നറിയാനായി കൃത്യമായി പിന്നാലെ എത്തിയ ശ്യാമ ഐശ്വര്യ പുറത്തു നിന്ന് സംസാരിക്കുന്നത് കാണുന്നു. ഐശ്വര്യ അവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിൽ ശ്യാമ കൃത്യമായി വാശിയുകയും ഐശ്വര്യയുടെ സംസാരം കേൾക്കുകയും ചെയ്തു. ഐശ്വര്യ അപ്പോഴേക്കും മായയോട് പറഞ്ഞു, മായ ഇനി ഞാൻ എന്താ ചെയ്യുക, ഇന്നത്തോടെ എല്ലാം തീരുവല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ഉടനെ തന്നെ മായയോട് ഐശ്വര്യ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം. അപ്പോഴാണ് ഐശ്വര്യയോട് മായ അറിയിച്ചത്, വിഷമിക്കാതെ ഐശ്വര്യ, ഞാനൊരു വഴി പറയാം. അവിടുത്തെ സ്കാൻ ചെയ്യുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ എന്റെ ഫ്രണ്ടാണ്, എനിക്ക് അറിയാവുന്നവളാണ്. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വിളിച്ചോളാം. ആ സ്കാൻ ചെയ്യുന്ന സ്റ്റാഫിനോട് ഞാൻ കാര്യം പറഞ്ഞോളാം. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൾ സമ്മതിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഐശ്വര്യ ശ്രദ്ധിക്കണം, അവൾക്ക് പണം കുറച്ചേറെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്കാനിങ് റിപ്പോർട്ട് തരുന്നതിന് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യ പറഞ്ഞു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാം. തൽക്കാലം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ മായ എന്ന് അറിയിച്ചു. ശരി, ഞാൻ ഇപ്പോൾ തന്നെ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് മായ ഫോൺ വെച്ചു. വേഗം വേണം എന്ന് ഐശ്വര്യ വീണ്ടും നിർബന്ധപൂർവ്വം അറിയിക്കണം. ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് കേട്ട ശ്യാമ എന്താണ് ചെയ്യേണ്ടത് എന്ന് അതിനോടകം മനസ്സിലാക്കി. വേഗം തന്നെ ഐശ്വര്യ മായ വിവരങ്ങൾ സംസാരിച്ചതിന് ശേഷം തന്നെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ മായയുടെ കോള് പ്രതീക്ഷിച്ച് ഐശ്വര്യ കാത്തു നിൽക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന വസന്തരാമയുടെ അരികിലേക്ക് വേഗം ശ്യാമയെത്തി. ശ്യാമ വന്ന് വസന്തരാമയെ വിളിച്ചു. അമ്മേ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴേക്കും വസന്തരാമ ചോദിച്ചു, എന്ത് പ്രശ്നം, എന്താ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അമ്മ എന്റെ കൂടെ ഒന്ന് വന്നേ, നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം, അമ്മ വാ എന്ന് പറഞ്ഞ് ശ്യാമ വസന്തരാമയെ വിളിച്ചു. എന്താ കാര്യം എന്താ എന്ന് വീണ്ടും വസന്തരാമ അന്വേഷിച്ചതും ശ്യാമ പറഞ്ഞു, അമ്മ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ശ്യാമ വസന്തരാമയെ നിർബന്ധപൂർവ്വം കൂടെ കൂട്ടുന്നു. വസന്തരാമ പെട്ടെന്ന് അമൃതയൊന്ന് നോക്കിയതിനു ശേഷം അകത്തേക്ക് ശ്യാമയോടൊപ്പം ഡോക്ടർക്ക് അരികിലേക്കായി പോകുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അരികിൽ നിന്ന് സുനന്ദയ്ക്ക് ആകെ സംശയമായി. സുരഭി ആകെ ടെൻഷനോടെ ഇനി എന്തെങ്കിലും പ്രശ്നം അവൾ ഉണ്ടാക്കുമോ എന്ന ആധിയിൽ സുനന്ദ അമൃതയെയും രൂക്ഷമായി നോക്കി. അമൃത അതിന് തക്കതായ രീതിയിൽ തന്നെയുള്ള നോട്ടം സുനന്ദയുടെ നേരെയും സുരഭിയുടെ നേരെയും പായിക്കണം. അതിനുശേഷം ആകെ ടെൻഷനോടെ അങ്ങനെ സുരഭി നിൽക്കുമ്പോൾ അകത്തേക്ക് കയറി ചെന്ന ശ്യാമ ഡോക്ടറെ പരിചയപ്പെട്ടു. ഡോക്ടറെ, എന്റെ പേര് ശ്യാമ, ഞാനിവിടെ സ്കാനിങ്ങിനായി വന്നതാണ്, 3-ാം മാസത്തെ ചെക്കപ്പിന് എത്തിയതാണ് എന്ന് പറഞ്ഞത് ശ്യാമ എനിക്കറിയാം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ, ഇവിടെ ഇപ്പോ സ്കാനിങ്ങിന് വന്ന ഒരാളുണ്ടല്ലോ ഐശ്വര്യ, അത് എന്റെ ഏട്ടത്തിയാണ് എന്നറിയിച്ചു. 3-ാം മാസത്തിലെ പ്രഗ്നൻസി ടെസ്റ്റിന് വന്നതല്ലേ, ഇതുവരെയായിട്ടും സ്കാനിങ് കഴിഞ്ഞില്ലല്ലോ, സ്കാനിങ് കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതല്ല മാഡം, ഞങ്ങളിപ്പോ വന്നത് മറ്റൊരു കാര്യം മാഡത്തോട് പറയാനാണ് എന്നറിയിച്ചു. എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് ആ മാഡം പറഞ്ഞതും ശ്യാമ ആകെ ടെൻഷനോടെ നോക്കുന്നു. അപ്പോഴേക്കും ഡോക്ടർ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു, അത് മാഡം, പ്രഗ്നൻസിയിൽ ഐശ്വര്യ എടുത്തിലെ പ്രഗ്നൻസിയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നറിയിച്ചു. എന്താ കാര്യം, എന്തായാലും തുറന്നു പറയൂ എന്ന് പറഞ്ഞ് അവര് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഉടനെ തന്നെ എന്താണ് കാര്യമെന്ന് വ്യക്തമായിട്ട് അവര് ആശങ്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴേക്കും ഡോക്ടർ വിശദമായി അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ അറിയിക്കണം. വസന്തരാമ പ്രഗ്നൻസിയുടെ കാര്യത്തെക്കുറിച്ച് വിശദമായി പറയുമ്പോൾ, അല്ല അപ്പൊ പിന്നെ എങ്ങനെയാ ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിച്ചു. ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്ന് ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന് ഞങ്ങളെ ധരിപ്പിക്കുകയായിരുന്നു. അത് മാത്രമല്ല അതിനുശേഷം പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നു എന്നറിയിച്ചു. അങ്ങനെ ഐശ്വര്യ നിർബന്ധം പിടിക്കുന്നതും പിന്നീട് പല തവണയായി തലക ചുറ്റി വീണതും അതിനുശേഷം ജോഗിങ്ങിന് പോയ സമയത്ത് അങ്ങനെ ഈവനിങ് വാക്കിന് പോയപ്പോ അന്ന് വീണിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്ന സന്ദർഭത്തിലെല്ലാം ഐശ്വര്യ വല്ലാതെ ഭയപ്പെടുകയും ഹോസ്പിറ്റലിലേക്ക് പോകാനായി മടി കാണിക്കുകയും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് വിശദമായി വസന്തരാമ അറിയിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, അത്രയേ ഉള്ളൂ, എന്തായാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, ഇവിടേക്ക് സ്കാനിങ്ങിനായി കയറിയപ്പോ എടുത്തി പുറത്തിറങ്ങി ആരെയും ഫോൺ ചെയ്യുന്നത് കണ്ടു. ഇവിടുത്തെ സ്കാനിങ് സ്റ്റാഫിനെ സ്വാധീനിച്ച് ഒരു തെറ്റായ റിപ്പോർട്ട് സബ്മിറ്റ് കൊണ്ടുവരാനാണ് എടുത്തിയുടെ പ്ലാനിങ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ശ്യാമ പറഞ്ഞു. അത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അങ്ങനെ ഒരു നീക്കം ഇവിടെ നടത്താനോ ഒരിക്കലും ഇല്ല,
അങ്ങനെ ഒരു കാര്യം എന്റെ ഹോസ്പിറ്റലിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതങ്ങനെയുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് അറിയണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എന്തായാലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഇവിടെ നിന്ന് ആർക്കും കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് നൽകി. അത് കേട്ട ശ്യാമയും വസുന്ധരാമയും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഡോക്ടർ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഡോക്ടറുടെ അരികിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് ഐശ്വര്യ അവിടെ സ്റ്റാഫിന്റെ അരികിലേക്ക് എത്തിയത്. സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാഫിന് അരികിൽ വന്ന് ഐശ്വര്യ നിൽക്കുകയും ആ സ്റ്റാഫ് ഐശ്വര്യയോട് തനിക്ക് മായമെടുത്ത് അറിയാമെന്ന് ആ പെൺകുട്ടി പറയുന്നു. മേഡം എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐശ്വര്യ മേഡത്തിന് വേണ്ട ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തോളാം. മേഡം ഒന്നും പേടിക്കണ്ട. മേഡം ആവശ്യപ്പെട്ടതുപോലെ അങ്ങനെ ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് തന്നെയായിരിക്കും ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അതോർത്ത് മേഡം ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിലും കൂടുതൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി ഞാൻ തരികയും ചെയ്യും എന്ന് ഐശ്വര്യ അറിയിച്ചു. ശരി മേഡം, എന്തായാലും മേഡത്തിന്റെ ഇഷ്ടം പോലെ ഞാൻ മേഡം ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് ആ സ്റ്റാഫ് അറിയിക്കണം. അത് കേട്ട ഉടനെ തന്നെ ഐശ്വര്യ വലിയ സന്തോഷത്തിലായി. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ സ്കാനിങ്ങിനായി പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ഡോക്ടറും ശ്യാമയും കൂടി വരുന്നത് കണ്ടത്. ശ്യാമ ഡോക്ടറോടൊപ്പം വരുന്നത് കണ്ടതോടെ ഐശ്വര്യക്ക് ആകെ സംശയമായി. ഈ സമയത്ത് ആ സ്റ്റാഫ് പറഞ്ഞു, അല്ല ഡോക്ടർ എന്താ പതിവില്ലാതെ ഈ വഴിക്ക് എന്നിങ്ങനെ ആലോചിക്കുന്നതും ഐശ്വര്യ ശബ്ദം താഴ്ത്തി വെച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോഴേക്കും ആ ഡോക്ടറോട് വരവ് കണ്ടിട്ട് സ്റ്റാഫ് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ അരികിലേക്ക് എത്തി. അപ്പോഴേക്കും ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടർ ഈ വഴി എന്തു പറ്റി എന്ന് ആ സ്റ്റാഫ് ചോദിച്ചതും ഡോക്ടർ പറഞ്ഞു, അതെ വേറൊന്നുമല്ല, ഇന്ന് സ്കാനിങ്ങിനായി ഈ ശ്യാമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി കൂടിയുണ്ട്, എന്റെ പേഷ്യന്റ് ആണ് എന്ന് അറിയിച്ചു. ശ്യാമയെ കുട്ടിക്ക് അറിയുമോ എന്ന് ചോദിച്ചതും പിന്നെ ശ്യാമ അറിയാത്തത്, ഫേമസ് ആയിട്ടുള്ള സിംഗർ അല്ലേ എന്ന് അറിയും ആ പെൺകുട്ടിയും ചോദിക്കുന്നു. അത് കേട്ട ഉടനെ അതെ, അതുകൊണ്ട് ശ്യാമയുടെ സ്കാനിങ്ങിനായി വന്നതാണ്. ശ്യാമയ്ക്ക് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്യാമ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ശ്യാമയുടെ സ്കാനിങ് നടക്കുമ്പോൾ ഞാനും ഒപ്പം ഉണ്ടാകും എന്നറിയിച്ചു. അത് കേട്ടതോടെ ഐശ്വര്യക്കാകെ ടെൻഷനായി. ഉടനെ തന്നെ ശ്യാമയെ സ്കാനിങ്ങിനായി അകത്തേക്ക് കയറ്റാനായി ഡോക്ടർ അറിയിച്ചു. ശ്യാമ വന്നോളൂ, ഒപ്പം ഐശ്വര്യയും കൂടെ പോന്നോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇരുവരോടും അകത്തേക്ക് കയറി വരാൻ പറയുന്നു. അങ്ങനെ അവരെ രണ്ടുപേരെയും കൂടി സ്കാൻ ചെയ്യാനായി ഡോക്ടറും ഒപ്പം കയറുന്നത് കണ്ട് ആ സ്റ്റാഫ് ആകെ ടെൻഷനിലായി. ഐശ്വര്യക്കും ആകെ ആദ്യമായിരുന്നു. അപ്പോഴാണ് പിന്നാലെ എത്തിയ ശ്യാമ ഐശ്വര്യയെ ഒന്ന് നോക്കിയത്. ഐശ്വര്യ തന്റെ പദ്ധതിയൊക്കെ എല്ലാം കുളവാക്കുന്നതിന് വേണ്ടി കൃത്യമായി ശ്യാമ കൂടെ വന്നതാണെന്ന് മനസ്സിലാക്കി ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമയും ഐശ്വര്യ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് സ്കാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ടുമായിട്ട് ഡോക്ടർ തന്റെ ക്യാബിനിലേക്ക് എത്തി. ശ്യാമയുടെ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് ഡോക്ടർ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും വസുന്ധരാമയും അമൃതയെടുത്തിയും ശ്യാമയെയും നോക്കിയിരുന്നു. ഡോക്ടർ അല്പനേരം നോക്കിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു, ചെക്കപ്പിൽ പ്രശ്നമൊന്നും തന്നെയില്ല. കുട്ടിക്ക് ഇത്രയും ആവശ്യമുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ ഒരു രീതിയിലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോ നിലവിൽ കുട്ടി ആരോഗ്യവാനാണ് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ ശ്യാമയ്ക്ക് വലിയ സന്തോഷമായി. പിന്നെ ശ്യാമ ഞാൻ പറയുന്നത് പോലെ കൃത്യമായി എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ എന്ന് ചോദിച്ചിട്ടും ശ്യാമ പറഞ്ഞു, ഉണ്ട് മേഡം, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ ഇറങ്ങാറുണ്ട് എന്ന് ശ്യാമ പറഞ്ഞു. മതി, അതുപോലെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഹെൽത്തും കുട്ടിയുടെ വളർച്ചയും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കണോ എന്ന് ഡോക്ടർ അറിയിച്ചു. അത് കേട്ടതോടെ വസുന്ധരാമയ്ക്കും ശ്യാമയ്ക്കും അമൃതയ്ക്കും വളരെയേറെ സന്തോഷമായി. അങ്ങനെ കേട്ട് കുട്ടിക്കും ആവശ്യമുള്ള വളർച്ചയുണ്ട് എന്നുകൂടി കേട്ടതോടെ ശ്യാമയുടെ മനസ്സ് നിറഞ്ഞു. അതിനുശേഷം വസുന്ധരാമ ചോദിച്ചു, അല്ല ഡോക്ടർ, ഐശ്വര്യയുടെ കാര്യമോ, ഐശ്വര്യയുടെ റിപ്പോർട്ട് കിട്ടിയോ ഡോക്ടർ എന്ന് ചോദിച്ചിട്ടും ഡോക്ടർ തന്റെ കയ്യിലിരിക്കുന്ന ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഐശ്വര്യയുടെ ഒറിജിനൽ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് അതെടുത്ത് ഡോക്ടർ നോക്കുന്നു. ആ റിപ്പോർട്ട് എടുത്ത് ഡോക്ടർ നോക്കുന്നതിനിടയിൽ അതിലെ ആ റിസൾട്ട് ഡോക്ടർ നോക്കി. അപ്പോഴേക്കും എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐശ്വര്യ പ്രഗ്നന്റ് അല്ലേ എന്ന് വസുന്ധരാമ ആശങ്കയോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും ശ്യാമയും ചോദിച്ചു, എന്താ ഡോക്ടർ, ഐശ്വര്യടുത്തി പ്രഗ്നന്റ് അല്ലേ ഡോക്ടർ എന്ന് വീണ്ടും പ്രതീക്ഷയോടെ ചോദിക്കുന്നത് കേട്ട് ഉടനെ തന്നെ വസുന്ധരാമയുടെയും ഐശ്വര്യയുടെ വിവരം അറിയാനുള്ള വസുന്ധരാമയുടെയും ശ്യാമയുടെയും ചോദ്യം കേട്ട് ഡോക്ടർ വല്ലാത്ത ടെൻഷനിലായി. അല്പനേരത്തേക്ക് ഡോക്ടർ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വസുന്ധരാമ പറഞ്ഞു, ഡോക്ടർ ടെൻഷൻ ആക്കാതെ ഒന്ന് പറയൂ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉടനെ തന്നെ ഡോക്ടർ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞു കൊടുക്കണം. എന്താ പ്രശ്നമെന്നുള്ള കാര്യം വിശദമായി ഡോക്ടറോട് വസുന്ധരാമ ചോദിച്ച ചോദ്യം കേട്ട് ഡോക്ടർ വിശദമായി വിവരങ്ങളൊക്കെ വസുന്ധരാമയോട് പറഞ്ഞതും വസുന്ധരാമയ്ക്കും ഐശ്വര്യയ്ക്കും ശ്യാമയ്ക്കുമൊക്കെ ആകെ ടെൻഷനാണ്. വല്ലാത്തൊരു ഞെട്ടലോടെ അവർ എല്ലാം കേൾക്കുന്നു. അതിനുശേഷം വസുന്ധരാമയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാനാകാത്തതിന്റെ ടെൻഷന് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് ശ്യാമയും അമൃതയെടുത്തിയും ആകെ ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത്.
ആ സമയം പുറത്ത് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കിട്ടാനായി കാത്തുനിന്ന ഐശ്വര്യയുടെ അരികിലേക്ക് ലേഖ റിപ്പോർട്ടുമായി എത്തി. ഇതാണ് മേഡം, മേഡം പറഞ്ഞ പോലുള്ള റിപ്പോർട്ട്. ഇത് ഡോക്ടറിന്റെ കണ്ണ് വെട്ടിച്ച് ഞാൻ വളരെ വിദഗ്ധമായി സംഘടിപ്പിച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ഉടനെ ലേഖയോട് ഐശ്വര്യ പറഞ്ഞു, താങ്ക് യു. എന്തായാലും ഇതിനുള്ള പാരിതോഷികം നിങ്ങൾ പറഞ്ഞ 25,000 രൂപ ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഇപ്പൊ തന്നെ ഫോണിലേക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് വന്നോളും എന്നറിയിച്ചു. ശരി മേഡം എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് വാങ്ങിച്ച് ഐശ്വര്യ അങ്ങനെ നിൽക്കുമ്പോ 25,000 രൂപ ആ നിമിഷം തന്നെ ലേഖയുടെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്തു. ഉടനെ തന്നെ ലേഖ ഐശ്വര്യയോട് ചോദിച്ചു, അല്ല മേഡം എനിക്കെന്തോ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി തരാമെന്നാണല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും അതൊക്കെ തരുന്നുണ്ട്, ഇത് കാണിച്ചിട്ട് അവിടുത്തെ തിരിച്ചുള്ള പ്രതികരണം കണ്ടോട്ടെ, അതിനുശേഷം ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ശരി മേഡം എന്ന് പറഞ്ഞ് ലേഖ അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും സുരഭി വേഗം ആശങ്കയോടെ ഐശ്വര്യയുടെ അരികിലേക്ക് എത്തി. മോളെ ഐശ്വര്യയെ വസന്തരാമയും ശ്യാമയും അമൃതയൊന്നും ഇവിടെയൊന്നും കാണുന്നില്ല എന്ന് ഐശ്വര്യയുടെ ടെൻഷനോടെ സുരഭി പറഞ്ഞു. അവരിവിടെ ഒന്നും കാണുന്നില്ലല്ലോ, അവരെവിടെ പോയമ്മേ എന്ന് ചോദിച്ചതും ആർക്കറിയാം, ഞാൻ അവരെയൊന്നും കണ്ടില്ല എന്ന് സുരഭി ടെൻഷനോടെ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും കൂടി എവിടേക്ക് പോയതായിരിക്കും എന്ന ആശങ്കയോടെ ഐശ്വര്യയും സുരഭിയും അവരെ ആ ഹോസ്പിറ്റലാകെ അന്വേഷിക്കുന്നു.